ഹലോ ഗൈസ്, ഇന്നൊരു നെസ്റ്റോ മിനി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ അധികം ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ സ്ഥിരം പോകുന്നൊരു സ്ഥലമായിട്ടുണ്ട് നെസ്റ്റോ. കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഉള്ളത് കൊണ്ട് നമ്മൾ സാധനങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ പോകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നെസ്റ്റോ ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ എടുക്കണം. കാരണം വലിയ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് വലിയ ഓഫറൊന്നുമില്ല, എന്നാലും ചില ഐറ്റംസിന് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ വലിയ കാര്യത്തിൽ ബാസ്ക്കറ്റൊക്കെ എടുത്ത് പോകണ്ടിട്ട് നമ്മൾ അധികം ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ലെന്ന് ഞാൻ പിന്നെയും പറയുകയാണ്. നമ്മൾ പിന്നെ ഫസ്റ്റ് തന്നെ എടുത്തത് എന്താ പറയുക, സോപ്പും പൊടിയാണ് കേട്ടോ. സോപ്പും പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 4 കിലോന് നമുക്ക് 150 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 4 കിലോന് 2 8 കിലോ സോപ്പും പൊടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ചേട്ടനും പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പീനട്ട് ബട്ടർ ക്രഞ്ചിക്ക് ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഫസ്റ്റ് തന്നെ കണ്ടത് ഈ ഒരു ബോട്ടിലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ബോട്ടിലല്ലാതെ തന്നെ അവിടെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് ഇതിന് വില കുറവിന് കിട്ടിയപ്പോൾ നമ്മൾ വേറെയാണ് എടുത്തത്. കണ്ടോ, ഈ ഒരു പീനട്ട് ബട്ടറാണ് എടുത്തത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പോകുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കത് നല്ല രീതിക്ക് ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ നമ്മൾ പോയത് പച്ചക്കറിയുടെ സെക്ഷനിലായിരുന്നു. സവാളയ്ക്ക് നമുക്കിപ്പം 4 കിലോ 100 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ എത്രയാണെന്ന് അറിയാനായിട്ട് പോയതാണ്. പക്ഷെ അവിടെ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. അത് കാരണം നമ്മൾ സവാള ഒന്നും എടുത്തില്ല കേട്ടോ. പച്ചക്കറി തന്നെ എടുത്തില്ല അവിടെ നിന്ന്. പിന്നെ നമ്മൾ ഇന്ന സാധനം എടുക്കണം എന്നൊന്നും പറഞ്ഞാൽ ലിസ്റ്റ് ഇട്ടിട്ടൊന്നല്ല പോയത്. നമ്മൾ കണ്ട ഐറ്റംസ് എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പോയതായിരുന്നു. പിന്നെ മെയിനായിട്ട് തിന്നാനും കുടിക്കാനാണ് നമ്മൾ നെസ്റ്റോയിൽ പോവാറ്. അതുപോലെ തന്നെ ഇപ്പോൾ റംദാൻ സ്പെഷ്യൽ ചായക്കടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി സ്നാക്കുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ ഐറ്റംസ് കണ്ടപ്പോൾ ആ ഭാഗത്തേക്ക് പോയി മാത്രം. സ്നാക്സ് നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷവായിക്ക് ഒരു ഫുൾ ഷവായിക്ക് 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 199 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്തു. പിന്നെ കൂട്ടി കഴിക്കാനായിട്ട് മയോണൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡെസേർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇപ്രാവശ്യം ഡെസേർട്ടിനൊക്കെ എന്തോ റേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ കുബൂസ് എടുത്തു കേട്ടോ, ഷവായി ഒന്ന് കൂട്ടി പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വെറൈറ്റി ഡ്രിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം അത് എടുത്തില്ല, ഇനിയിപ്പോൾ എടുത്ത പണി പാളെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ബില്ലടിക്കാനായിട്ട് പോവാറ് 3rd ഫ്ലോറിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ ബില്ലടിക്കാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെയാണല്ലോ ഫുഡ് കോർട്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ നേരെ ബില്ലടിച്ചിട്ട് അങ്ങനെ കയറി പോകാനായിട്ട് പറ്റും. ഇപ്പോൾ താഴത്ത് നമ്മൾ ബില്ലടിക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ക്യൂ ആയിരിക്കും. മുകളിലാകുമ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ് ആയാലും എന്ത് ഐറ്റംസ് ആയാലും ഇവിടെ ബില്ലടിക്കും കേട്ടോ. അങ്ങനെ ഇന്ന ഐറ്റംസ് മാത്രമൊന്നുമില്ല. അപ്പോൾ ഈ ഐഡിയ ചെയ്യാത്തവരുണ്ടെങ്കിൽ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ 3rd ഫ്ലോറിലോ 2nd ഫ്ലോറിലോ പോയി ബില്ലടിച്ചാൽ മതിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. നല്ല കിഡ് പ്ലേസാണ്. ഇപ്പം ഞങ്ങൾ ഇരുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ നല്ല രസമാണ്. നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ 2 പേരുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. അപ്പം നമ്മൾ ഷവായി റോൾ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ ഷവായി ഉണ്ടായിരുന്നിട്ട് നമ്മൾ ഫുൾ ഷവായി മൊത്തം കഴിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചിട്ട് നമ്മൾ പിന്നെ ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ്. കുബൂസ് ഉണ്ടായിരുന്നു, കുബൂസ് കൂട്ടി പിടിച്ച സംഭവം നൈസ് സാധനമായിരുന്നു. ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിയപ്പോൾ പണി പോലെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയ ഷവായി അടിപൊളിയായിരുന്നു. അത് കാരണം പേടിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ചേട്ടനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് ചേട്ടൻ കഴിച്ചപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചു. എനിക്കിതിൻ്റെ സ്കിന്ന് ഭയങ്കര ഇഷ്ടമാണ്. സ്കിന്ന് നല്ല മുരിഞ്ഞുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഷവായി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ശരിയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ കുടിക്കാനായിട്ട് നമ്മൾ സ്പ്രൈറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല വൈബിലിരുന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ ഷോപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ നമ്മൾ കഴിക്കാനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.